അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസ് അറബി മലയാളം അതുപോലെ തഫ്ഹീം പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് ദീനിയാത്ത് അഖ്ലാഖ് വിഷയമാണ്. അപ്പോൾ കുട്ടികളെ വളരെ രസകരമായ രീതിയിൽ പഠിപ്പിക്കാൻ ഒരു ചെറിയൊരു ക്വിസ് രൂപത്തിലാണ് നമ്മളിവിടെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ദീനിയാത്ത് അഖ്ലാഖ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവരൊന്ന് എന്ത് ചെയ്യുക, ഒരു ഗെയിമിലൂടെ പഠിപ്പിക്കുക, ഒരു ക്വിസ് രൂപത്തിൽ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം ഇതാണ്. ആദ്യ ചോദ്യം, നമ്മുടെ നബിയുടെ പേരെന്ത്? നമ്മുടെ നബിയുടെ പേരെന്താകുന്നു? എന്താണ്? ഓപ്ഷൻ ഉണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ 2 അബ്ദുള്ള, ഓപ്ഷൻ 3 അള്ളാഹു. ഏതാണ് നമ്മുടെ നബിയുടെ പേര്? ശരിയായത് ഏതാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയായത് ഇതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം 2, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എവിടെ? എവിടെയാണ് നമ്മുടെ നബി ജനിച്ചത്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 മക്ക, ഓപ്ഷൻ 2 മദീന, ഓപ്ഷൻ 3 കേരളം. ഇതിലേതാണ് ശരി? ശരിയായത് ജനിച്ചത് മക്കയിലാണ്. ഇനി ചോദ്യം 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എവിടെ? എവിടെയാണ് നബി തങ്ങൾ വഫാത്തായത്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 മദീന, ഓപ്ഷൻ 2 മക്ക, ഓപ്ഷൻ 3 ഇന്ത്യ. ഇതിലേതാണ്? അതെ, ഓപ്ഷൻ 1 മദീന. മദീനയിലാണ് നബി തങ്ങൾ വഫാത്തായത്. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ നബിയുടെ ഉപ്പയുടെ പേരെന്ത്? നമ്മുടെ നബിയുടെ ഉപ്പയുടെ പേരെന്താണ്? അള്ളാഹു എന്നാണോ, അബ്ദുള്ള എന്നാണോ, അതോ മൂസ എന്നാണോ? നമ്മുടെ നബിയുടെ ഉപ്പാൻ്റെ പേര് ശരിയായത് അബ്ദുള്ള എന്നതാണ്. അബ്ദുള്ള. അടുത്ത ചോദ്യം ഇതാണ്. നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങിത്തരുന്നത്, നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങിത്തരുന്നത് ആരാണ്? ഓപ്ഷൻ ഉണ്ട്. അള്ളാഹു, മാതാവ്, ഓപ്ഷൻ 3 പിതാവ്. ആരാണ്? പിതാവാണ് അല്ലേ? പിതാവ്. അപ്പോൾ ടിക്ക് ചെയ്യുക. ചോദ്യങ്ങൾ വന്നാൽ പിതാവ് എന്നാണ് പറയേണ്ടത്. ഇനി 5, വേദനിച്ചു പ്രസവിച്ചു. ആരാണ് നമ്മെ വേദനിച്ചു പ്രസവിച്ചത്? ഓപ്ഷൻ ഉണ്ട്. അള്ളാഹു, മാതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? ശരിയായത് മാതാവാണ്. ആറ്, എല്ലാം പടച്ചത്. എല്ലാം പടച്ചത് ആരാണ്? ഓപ്ഷൻ 1 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ 2 അള്ളാഹു, ഓപ്ഷൻ 3 ഭൂമി. എല്ലാം പടച്ചത്. ശരിയായത് ഏതാണ്? അതെ, രണ്ടാമത്തതാണ് അള്ളാഹു. അള്ളാഹുവാണ് എല്ലാം പടച്ചത്. ചോദ്യം 7, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാഷിം, ഓപ്ഷൻ 2 ഖുറൈശ്,
ഓപ്ഷൻ 3 മദീന. ഏതാണ് നബി തങ്ങളുടെ ഗോത്രം? ഖുറൈശാണ് അല്ലേ? അതെ, ഖുറൈശ് എന്നത് ടിക്ക് ചെയ്യാം. ചോദ്യം 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശം മക്കയാണോ അതോ ഖുറൈശാണോ അതോ ഹാഷിം എന്നതാണോ? നബി തങ്ങൾ ഹാഷിമി വംശമാണ്. ഇനി 9ാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാകുന്നു? ഇതിൽ ഓപ്ഷൻ ഉണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ 2 അള്ളാഹു, ഓപ്ഷൻ 3 ആന. ഇതിലേതാണ്? അള്ളാഹു ആകൂല, കാരണം അള്ളാഹു അല്ലേ നമ്മളെ പടച്ചത്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി ചോദ്യം 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പറയണം. നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണോ, അല്ലാഹു അക്ബർ എന്നാണോ, ബിസ്മില്ലാഹ് എന്നാണോ? ഒന്നാമത്തേതാണ് അല്ലേ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ പേര്. ഓപ്ഷൻ ഉണ്ട് മറിയം, ആയിഷ റളിയല്ലാഹു അൻഹ, ആമിന റളിയല്ലാഹു അൻഹ. ഇതിലേതാണ്? നബി തങ്ങളുടെ ഉമ്മ, അത് മഹദിയായ ആമിന ബീവിയാണ് നമ്മുടെ നബിയുടെ ഉമ്മ. ഇനി ചോദ്യം 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറമേത്? ഏതാണ് നബിയുടെ നിറം? ഓപ്ഷൻ ഉണ്ട് ചുവപ്പ് കലർന്ന വെള്ള നിറം, ഓപ്ഷൻ 2 മഞ്ഞ കലർന്ന വെള്ള നിറം, ഓപ്ഷൻ 3 പച്ച കലർന്ന വെളുപ്പ് നിറം. ഏതാണ് ശരിയായത്? ഒന്നാമത്തേതാണ്, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ്. ഇനി ചോദ്യം 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയുപ്പയുടെ പേരെന്ത്? എന്താണ്? അള്ളാഹു എന്നാണോ, അബ്ദുൽ മുത്തലിബ് എന്നാണോ, അബ്ദുള്ള എന്നാണോ? ശരിയായത് രണ്ടാമത്തേതാണ്, അബ്ദുൽ മുത്തലിബ്. ഇതാണ് വല്ലിപ്പാൻ്റെ പേര്. അബ്ദുള്ള എന്നത് എന്താണ്? ഉപ്പാൻ്റെ പേരാണ്. ചോദ്യം 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ മക്കയിൽ നിന്ന് ഹിജ്റ പോയി എവിടേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ പോയി എവിടേക്ക്? ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഉണ്ട് മദീനയിലേക്കാണ് ഹിജ്റ പോയത്, കൂഫയിലേക്കാണ് ഹിജ്റ പോയത്, ബസറയിലേക്കാണ് ഹിജ്റ പോയത്. ശരിയായത് ഫസ്റ്റാണ്, മദീനയിലേക്കാണ്. മക്കയിൽ നിന്നും മദീനയിലേക്കാണ് ഹിജ്റ പോയത്. ഇനി അടുത്ത ചോദ്യം 15. ആരാധനക്കർഹൻ ആര്? ആരാധനക്ക് അർഹൻ ആരാണ്? നമ്മൾ ചെയ്യുന്ന ആരാധനക്കർഹൻ. ഓപ്ഷൻ ഉണ്ട് അള്ളാഹു എന്നാണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണോ, മനുഷ്യൻ എന്നാണോ? ശരിയായത് ഓപ്ഷൻ 1 അള്ളാഹു. ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. ചോദ്യം 16. ചീത്ത കൂട്ടുകാരോട് സഹവസിക്കരുത്, നാം സഹവസിക്കണം ആരോട്? ആരോടാണ് നാം സഹവസിക്കേണ്ടത്, കൂട്ടുകൂടേണ്ടത്? ഓപ്ഷൻ 1 പണക്കാരോട്, ഓപ്ഷൻ 2 നല്ല കൂട്ടുകാരോട്, ഓപ്ഷൻ 3 ചീത്ത കൂട്ടുകാരോട്. ശരിയായത്
നടുവിലേറ്റതാണ്. നല്ല കൂട്ടുകാരോടാണ് നാം കൂട്ടുകൂടേണ്ടത്, അതായത് സഹവസിക്കേണ്ടത്. ചോദ്യം 17. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എവിടെയാണ്? ഓപ്ഷൻ ഉണ്ട്: മക്ക, കൂഫ, മദീന. ശരിയായത് ഏതാണ്? മദീനയിലാണ് നബി തങ്ങളുടെ ഖബറുള്ളത്. ചോദ്യം 18. നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് ആരാണ്? നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് ആരാണ്? അള്ളാഹു ആണോ, അതോ പിതാവാണോ, അതോ മാതാവാണോ? ശരിയായത് ഏതാണ്? അതെ, പിതാവാണ്. നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് പിതാവാണ്. ചോദ്യം 19. നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഓപ്ഷൻ 1 ഉസ്താദ്, ഓപ്ഷൻ 2 അള്ളാഹു, ഓപ്ഷൻ 3 ഇബ്ലീസ്. ശരിയായത് ഏതാണ്? ഉസ്താദ് അല്ലേ? നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ഉസ്താദാണ്. ഇനി ചോദ്യം 20. നമ്മെ 10 മാസം ഗർഭം ചുമന്നു പ്രസവിച്ചത് ആരാണ്? 10 മാസം ഗർഭം ധരിച്ച് പ്രസവിച്ചതാരാണ്? ഓപ്ഷൻ ഉണ്ട്: ഉസ്താദ്, ഓപ്ഷൻ 2 പിതാവ്, ഓപ്ഷൻ 3 മാതാവ്. ശരിയായത് ഏതാണ്? അതെ, മാതാവ്. ശരിയായത് മാതാവ്. ഇനി ചോദ്യം 21. നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങിത്തരുന്നത് ആരാണ്? രോഗം വന്നാൽ നമുക്ക് മരുന്ന് വാങ്ങിത്തരുന്നത് ആരാണ്? ഓപ്ഷൻ 1 അള്ളാഹു, ഓപ്ഷൻ 2 അയൽവാസി, ഓപ്ഷൻ 3 പിതാവ്. ശരിയായത് പിതാവാണ്. ചോദ്യം 22. ജീവിക്കുന്നവനും മരിപ്പിക്കുന്നവനും ആരാണ്? ജീവിപ്പിക്കുന്നവനും അങ്ങനെയാ വേണ്ടത് കേട്ടോ. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ആരാണ്? ഓപ്ഷൻ 1 അള്ളാഹു, ഓപ്ഷൻ 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ 3 മലക്ക്. ശരിയായത് അള്ളാഹു ആണ് ആളുകളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതൊക്കെ. ചോദ്യം 23. സലാം പറയേണ്ടത് എങ്ങനെ? ഇതിലേതാണ് സലാമിൻ്റെ വാക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണോ, അതോ അസ്സലാമു അലൈക്കും എന്നതാണോ, അതോ വഅലൈക്കുമുസ്സലാം എന്നതാണോ? ശരിയായത് നേരെ ടിക്ക് ചെയ്യാം. അസ്സലാമു അലൈക്കും പറയേണ്ടത് ഇങ്ങനെയാണ്: അസ്സലാമു അലൈക്കും. ചോദ്യം 24. സലാം മടക്കേണ്ടത് എങ്ങനെയാണ്? സലാം പറയേണ്ടത് നമ്മൾ പഠിച്ചു. മടക്കേണ്ടത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണോ, വഅലൈക്കുമുസ്സലാം എന്നാണോ, അസ്സലാമു അലൈക്കും എന്നാണോ? ശരിയായത് വഅലൈക്കുമുസ്സലാം എന്നാണ്. ഇനി ചോദ്യം 25. തിന്നാനും കുടിക്കാനും തുടങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? തിന്നാനും കുടിക്കാനും നിൽക്കുമ്പോൾ എന്താ ചൊല്ലുക? ഓപ്ഷൻ ഉണ്ട്: അസ്സലാമു അലൈക്കും എന്നാണോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണോ, അൽഹംദുലില്ലാഹ് എന്നാണോ? ശരിയായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിന്നാനും കുടിക്കാനും തുടങ്ങുമ്പോൾ ഇതാണ് ചൊല്ലേണ്ടത്. ഇനി ചോദ്യം 26. തിന്നലും കുടിക്കലും കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത്? തിന്നലും കുടിക്കലും കഴിഞ്ഞാൽ ഓപ്ഷൻ അസ്സലാമു അലൈക്കും, അതോ അൽഹംദുലില്ലാ എന്നാണോ,
അതല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണോ? ശരിയായത് ടിക്ക് ചെയ്യാം. അൽഹംദുലില്ലാഹ്. എല്ലാം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്നാണ് ചൊല്ലേണ്ടത്. ചോദ്യം 27. നമുക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങി തരാൻ അധ്വാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ അല്ലാഹു, ഓപ്ഷൻ 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ 3 പിതാവ്. ശരിയായത് പിതാവാണ് നമുക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ വാങ്ങിത്തരാൻ അധ്വാനിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ 1-ാം ക്ലാസ്സിലെ ദീനിയാത്ത് അഖ്ലാഖ് വിഷയത്തിൽ നിന്നും തിരഞ്ഞെടുത്തതായ 27, 28 ചോദ്യോത്തരങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.